ഹലോ, വെൽക്കം ടു സ്വിസ് യാത്രകൾ. അപ്പോൾ സ്വിസ് യാത്രകളുടെ പുതിയൊരു വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്നൊരു ഷോപ്പിംഗ് വീഡിയോ ആണ് കേട്ടോ. ഒരു ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ പോവുകയാണ്. ഷോപ്പിംഗ് എന്ന് വെച്ചാൽ അങ്ങനെ വലിയ സംഭവമായിട്ടൊന്നുമില്ല കേട്ടോ. കുറച്ച് കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ വാങ്ങാനുണ്ട്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് നമ്മുടെ ഡെക്കാത്ലണും അതുപോലെ ജംബോ എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റോറുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. വീട്ടിൽ നിന്ന് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ കേട്ടോ. അപ്പം നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മളൊരു ഹൈവേയുടെ സൈഡിലെത്തി. ഇവിടെ നിന്ന് ക്രോസ് ചെയ്തിട്ട് വേണം അപ്പുറത്തോട്ട് കിടക്കാൻ. അപ്പം നമ്മൾ സിഗ്നൽ വരാൻ വേണ്ടിയിട്ട് അവിടെ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. നമ്മുടെ കയ്യിലുള്ള മിക്കവാറും എല്ലാ ഇലക്ട്രോണിക് ഐറ്റംസും UAE നിന്ന് വാങ്ങിച്ചതാണ്. പക്ഷേ അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഇവിടുത്തെ സോക്കറ്റിൽ കറക്റ്റ് ആവുണ്ടായില്ല. അപ്പം നമ്മുടെ കയ്യിൽ കുറച്ച് 3 പിൻസ് ഉണ്ടായിരുന്നു. അതും പക്ഷേ ഓക്കെ ആവുണ്ടായില്ല. അപ്പോൾ പിന്നെ കുറച്ച് 3 പിൻസ് നമ്മൾ തപ്പിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇവിടെ. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ എല്ലാം ഭയങ്കര എക്സ്പെൻസീവ് ആണ്. അപ്പോൾ ഈ ഒരു 3 പിൻ നോക്കിയപ്പോൾ അത് 13.5 CHF ഉണ്ട് ഇതിന്. അപ്പോൾ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക ഇത് ഭയങ്കര എക്സ്പെൻസീവ് ആണല്ലോ എന്നൊക്കെ പറഞ്ഞ്. പിന്നെ ഇത് തന്നെയാണ് കേട്ടോ വാങ്ങിച്ചത്. ഇതും വാങ്ങിച്ചു. ഇതല്ലാണ്ട് പിന്നെ 2-3 വേറെയും വാങ്ങിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇത് ജംബോ എന്നാണ് കേട്ടോ ഇത്രയും സാധനങ്ങൾ വാങ്ങിച്ചു. അപ്പോൾ ഇതിൻ്റെ മുകളിൽ തന്നെ ഡെക്കാത്ലൺ ഉണ്ട്. അപ്പോൾ നമുക്ക് ഡെക്കാത്ലണിന് സൈക്കിൾ പമ്പ് വാങ്ങാനുണ്ടായിരുന്നു. അങ്ങനെ പോയപ്പോൾ അവിടെ ഇങ്ങനെ കുറച്ച് സെക്കൻഡ് ഹാൻഡ് സൈക്കിളുകൾ ഇരിപ്പുണ്ടായിരുന്നേ. അപ്പോൾ നമ്മളോടത്ത് വന്നാൽ പിന്നെ ഒരു സൈക്കിളും കൂടെ വാങ്ങാമെന്ന് ഓർത്തു. ഓൾറെഡി അമ്മൂൻ്റെ ഒരു സൈക്കിളുണ്ട്, പിന്നെ വേറൊരു വലിയ സൈക്കിളുണ്ട്. അപ്പോൾ ഒരെണ്ണം കൂടി ഉണ്ടെങ്കിൽ നമുക്ക് 3 പേർക്കും സൈക്ലിങ്ങിന് പോകാൻ എളുപ്പമാണല്ലോ. അപ്പോൾ ഇവിടെ കുറേ സൈക്കിൾസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ സൈക്കിൾ പമ്പ് ഇവിടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതല്ലാണ്ട് ഇത് വലിയൊരു ഡെക്കാത്ലണാണ്. അപ്പോൾ ഡെക്കാത്ലൺ നിങ്ങൾക്ക് അറിയാമല്ലോ, ഭയങ്കര വലുതായിരിക്കും. പക്ഷേ ഇതും നല്ല വലിയൊരു ഡെക്കാത്ലണായിരുന്നു. അങ്ങനെ നമ്മൾ കുറച്ച് വീഡിയോസ് കുറച്ച് എടുത്തു. പിന്നെ നമ്മൾ വീണ്ടും ആ സെക്കൻഡ് ഹാൻഡ് സൈക്കിളിൻ്റെ അങ്ങോട്ട് പോയിട്ട് അവിടെ പോയിട്ട് നല്ല സൈക്കിൾ ഉണ്ടോയെന്ന് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണേ. അങ്ങനെ നമ്മളൊരു സൈക്കിൾ കണ്ടു കേട്ടോ. അപ്പോൾ അവരത് റിപ്പയർ ചെയ്ത് വെക്കാം, റെഡി ആകുമ്പോൾ വിളിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് നോക്കാൻ വേണ്ടി പോകണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എടുത്താൽ മതി, അവർ റിപ്പയർ ചെയ്ത് വെക്കാം, എടുക്കണമെന്ന് നിർബന്ധമൊന്നും ഇല്ലയെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളെന്നാൽ പിന്നെ ഒരു 3 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ആ സൈക്കിൾ നോക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അമ്മൂന് നടക്കാൻ മടിയായിട്ട് അമ്മ ഈ ട്രൈസൈക്കിളൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നത്. അപ്പോൾ പോണ വഴിക്ക് ഈ പുല്ലൊക്കെ കണ്ടിട്ട് അതൊക്കെ പറിച്ച് ഊതി നോക്കിയിട്ടൊക്കെ നമ്മൾ ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ ഈ പൂ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല രസമില്ല അത് കാണാൻ. ഒരു വീടിൻ്റെ കാർ പോർച്ചിൻ്റെ ഫ്രണ്ടിലുള്ളതാണ് കേട്ടോ. അപ്പോൾ കണ്ടപ്പോൾ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തതാണ്. നല്ല ഭംഗിയുണ്ടായിരുന്നു അത് കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇപ്പം അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അമ്മ നല്ല ഫാസ്റ്റായിട്ട് ഫ്രണ്ടിൽ പോകുന്നുണ്ട്, ഞങ്ങളിങ്ങനെ ബാക്കിൽ പോകണം. അപ്പോൾ പിന്നെ നമ്മൾ ഹൈവേയുടെ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഡെക്കാത്ലൺ കണ്ടോ, ഹൈവേയുടെ തൊട്ട് സൈഡിൽ തന്നെയാണ് കേട്ടോ ജംബോയും ഇതും ഉള്ളത്. അപ്പോൾ നമ്മൾ വീണ്ടും സിഗ്നലിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ് കേട്ടോ. ഈ ഒരു ബോക്സ് കൊണ്ട് ഇവിടെ നമ്മൾ യൂസ് ചെയ്യാത്ത ഡ്രസ്സ്, ഷൂസ് അതൊക്കെ നമുക്ക് ഇവിടെ കൊണ്ടുവന്ന് ഇടാൻ പറ്റും കേട്ടോ. അങ്ങനെ നടന്നിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മളപ്പോൾ നേരെ ഡെക്കാത്ലണിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഒരു 5 മിനിറ്റ് നടക്കാനേ ഉള്ളൂ കേട്ടോ വീട്ടിൽ നിന്ന്. 5 മിനിറ്റ് അല്ല, ഒരു 10 മിനിറ്റ് അത്രയേ ഉള്ളൂ നടക്കാനായിട്ട്. അപ്പോൾ ഇപ്പോൾ എസ്കലേറ്ററിൽ കയറിയിട്ട് മുകളിലോട്ട് പോവുകയാണ് കേട്ടോ. അങ്ങനെ നമ്മളവിടെ എത്തിയിട്ട് സൈക്കിളിൻ്റെ ഏരിയയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് കേട്ടോ സൈക്കിളുകൾ, എല്ലാ സൈക്കിളുകളും അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളവിടെ ചോദിച്ചപ്പോഴത്തേക്കും അവർ നമ്മുടെ സൈക്കിൾ നമുക്ക് എടുത്തുകൊണ്ട് വന്ന് തന്നു. എന്നിട്ട് നമ്മളോട് ചെക്ക് ചെയ്യാൻ പറഞ്ഞു കേട്ടോ. വേണമെങ്കിൽ എടുത്താൽ മതി, ഇല്ലെങ്കിൽ വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ സൈക്കിൾ റിപ്പയർ ചെയ്യുന്ന സ്ഥലമുണ്ട് കേട്ടോ ഇവിടെ തന്നെ. അപ്പോൾ ഇതാണ് നമ്മൾ എടുക്കാൻ പോകുന്ന സൈക്കിൾ. അപ്പോൾ സൈക്കിൾ സ്റ്റാൻഡ് ഫിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചവിട്ടി നോക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ എടുത്തേക്കാണ് കേട്ടോ. അപ്പോൾ ചവിട്ടി നോക്കിക്കൊണ്ടിരിക്കുകയാണ് എങ്ങനെയുണ്ട് എന്നൊക്കെ നോക്കിയിട്ട് എടുക്കാം. അപ്പോൾ നമ്മൾ 2 സൈക്കിൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ ലാസ്റ്റ് നമ്മൾ ഈ സൈക്കിളാണ് എടുത്തത്. അത് കഴിഞ്ഞിട്ട് പിന്നെ സൈക്കിളിന് ലോക്ക് വേണമല്ലോ. അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ അടുത്തത് ലോക്ക് തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ മിക്കവാറും എല്ലാ കടകളിലും നമുക്ക് സെൽഫ് പേ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇവിടെയുണ്ട് സെൽഫ് പേ. അപ്പോൾ നമ്മളത് ചെയ്തുകൊണ്ടിരിക്കുകയാണേ. അങ്ങനെ പേയ്മെൻറ്റൊക്കെ കഴിഞ്ഞ് നമ്മളതേ പുറത്തോട്ട് ഇറങ്ങി പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് ഒരു ഇറക്കമാണ് അങ്ങോട്ട്. അപ്പോൾ അത് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ മുഴുവനായിട്ട് കാണാനൊന്ന് ശ്രമിക്കണേ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. നമുക്കൊരു മറ്റൊരു ദിവസം വേറൊരു വ്ളോഗുമായിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ.